പ്രിയപ്പെട്ട പഠിതാക്കളെ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള പുതിയൊരു ലെസണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഒരു ക്ലാസ് കാണാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ +2 കഴിഞ്ഞിട്ട് പുതുതായിട്ട് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ PGക്ക് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കും എൻ്റെ ഈ ഒരു ക്ലാസ് കേൾക്കാൻ പോകുന്നത്. അത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അടിപൊളി ക്ലാസ്സാണ് ഇന്ന്. നിങ്ങൾക്ക് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നമ്മുടെ എക്സ്പീരിയൻസ് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ നിങ്ങൾ വാച്ച് ചെയ്യുക. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ധാരാളം പോയിന്റുകൾ ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യമായി കൊണ്ട് തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റിയെ പറ്റി ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. എന്താണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു ബേസ് എങ്ങനെയാണെന്നുള്ളത്. കൂടുതലായിട്ടൊന്നുമില്ല, ഒരു 6-7 വർഷമായിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി വന്നിട്ടുള്ള 2022 എങ്ങാനാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നിട്ടുള്ളത്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഈ പേരിൽ തന്നെ ഉണ്ട് ഓപ്പൺ എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അല്ലേ. ഓപ്പൺ എന്താണ്? ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് മോഡിലുള്ള അഥവാ പ്രൈവറ്റ് ആയിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസിന് എല്ലാവരെയും, കേരളത്തിലുള്ള എല്ലാ സ്റ്റുഡൻസിനും ഒരുമിച്ച് ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരാന്നുള്ള ലക്ഷ്യത്തിലാണ് ഇത് വന്നിട്ടുള്ളത്. അതിനു മുമ്പ് ആദ്യം വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിൻ്റെ അണ്ടറിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇതൊക്കെ കേന്ദ്രീകരിച്ചിട്ട് ഒറ്റ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി നിലവിൽ സ്ഥാപിതമായിട്ടുള്ളത് കൊല്ലം ജില്ലയിലാണ്. ഓക്കെ, കേരളത്തിലെ തെക്കൻ ഭാഗത്തുള്ള കൊല്ലം ജില്ലയിലാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി നിലവിലുള്ളത്. ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ യൂണിവേഴ്സിറ്റി കറക്റ്റ് ഒരു ഷെഡ്യൂൾ തന്നെയാണ് പോകുന്നത് ഇപ്പോൾ നിലവിൽ. ആദ്യം കുറേ ഡിമെറിറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ ഫുള്ള് ഓർഡറിൽ തന്നെയാണ് യൂണിവേഴ്സിറ്റിയുടെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രൂപത്തിൽ അഡ്മിഷൻ എടുക്കുക, യാതൊരു പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. യൂണിവേഴ്സിറ്റിയുടെ എക്സാം കാര്യങ്ങൾ ഒക്കെ കറക്റ്റ് ഓൺ സമയത്ത് തന്നെ ഇപ്പോൾ നിലവിൽ പോകുന്നുണ്ട്. എന്തുകൊണ്ടെന്നാലും നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് UGCയുടെ ഒക്കെ അംഗീകാരത്തോടു കൂടി തന്നെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി നിലവിൽ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് റീജിയണൽ സെന്റേഴ്സ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കാം. റീജിയണൽ സെന്റേഴ്സ്, അതേപോലെ ലേണിംഗ് സപ്പോർട്ട് സെന്റേഴ്സ്, ഇത് പ്രധാനപ്പെട്ട 2 ഫാക്ടറുകളാണ്. ഇവിടെ എന്താണ് ജസ്റ്റ് ഞാൻ റീജിയണൽ സെന്റേഴ്സ് എന്നുള്ള ഭാഗത്ത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എന്താണ് റീജിയണൽ സെന്റർ എന്ന് പറഞ്ഞാൽ? ഓക്കെ, റീജിയണൽ സെന്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് ആകെപ്പാട് 5 റീജിയണൽ സെന്റർ മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒന്ന് തലശ്ശേരി ഭാഗത്തുള്ളതാണ്, നമ്മുടെ ഈ ഒരു മലബാർ ഏരിയയ്ക്കുള്ള തലശ്ശേരി ഭാഗത്ത്, കാസർഗോഡ്, കണ്ണൂർ ഭാഗത്തുള്ള സ്റ്റുഡൻസ് ഒക്കെ ഈ ഒരു തലശ്ശേരി കോളേജിന്റെ ഈ ഒരു റീജിയണൽ സെന്ററിന്റെ അണ്ടറിലായിരിക്കും അവർക്ക് വരുന്നത്. ദെൻ താഴേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് കോഴിക്കോട് റീജിയണൽ സെന്റർ. ഈ കോഴിക്കോട് റീജിയണൽ സെന്ററിൽ പ്രധാനപ്പെട്ടും വരുന്നത് കോഴിക്കോട് ജില്ലയിലെ വിദ്യാർത്ഥികളും മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികളുമാണ്. അതേപോലെ വയനാട് ജില്ലയിലെ വിദ്യാർത്ഥികളും ഈ കോഴിക്കോടിൻ്റെ ഇതിൽ വരാറുണ്ട്. ഓക്കെ, പിന്നെ എറണാകുളം റീജിയണൽ സെന്റർ, നമ്മുടെ എറണാകുളം എന്ന് പറയുന്ന റീജിയണൽ സെന്റർ. അപ്പോൾ ആ ഒരു ഭാഗത്തുള്ള സ്റ്റുഡൻസൊക്കെ, ആ ഒരു ഭാഗത്ത് തൃശ്ശൂർ ഭാഗത്തുള്ള വിദ്യാർത്ഥികളൊക്കെ, എറണാകുളം കൊച്ചി ഭാഗത്തുള്ള വിദ്യാർത്ഥികളൊക്കെ ഈ ഒരു റീജിയണൽ സെന്ററിന്റെ അണ്ടറിലായിരിക്കും അഡ്മിഷൻ എടുക്കുക. ദെൻ പട്ടാമ്പി റീജിയണൽ സെന്റേഴ്സ് എന്നുള്ള ഒരു ഭാഗമുണ്ട്, പാലക്കാട് ഏരിയ ഉള്ള പട്ടാമ്പി റീജിയണൽ സെന്റേഴ്സ് നമുക്ക് വരുന്നുണ്ട്. ദെൻ നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള നമ്മുടെ നമ്മുടെ കൊല്ലം ആസ്ഥാനമായിട്ടുള്ള റീജിയണൽ സെന്റേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ തിരുവനന്തപുരം, ആലപ്പുഴ, കൊല്ലം ബേസിലുള്ളവർക്കൊക്കെ ഈ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ആ ഒരു റീജിയണൽ സെന്ററിന്റെ അണ്ടറിലായിരിക്കും അവർ അഡ്മിഷൻ എടുക്കുക. ഇങ്ങനെ ടോട്ടൽ നമുക്ക് 5 റീജിയണൽ സെന്റേഴ്സ് ആണ് നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ളത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാൻ, നമ്മൾ ഒരിക്കലും നമ്മുടെ റീജിയണൽ സെന്ററുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, നമുക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമുക്ക് LSC സെന്ററിലേക്കാണ് പോവേണ്ടത്. ലേണർ സപ്പോർട്ട് സെന്റർ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോവേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സാമുമായിട്ടുള്ളതും പ്രൊജക്റ്റ്, അസൈൻമെന്റ്, നമ്മുടെ കോൺടാക്ട് ക്ലാസ് ഇവരൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്, ഷെഡ്യൂൾ ചെയ്യുന്നത് നമ്മുടെ ലേണിംഗ് സപ്പോർട്ട് സെന്റേഴ്സ് ആണ്. ലേണർ സപ്പോർട്ട് സെന്റർ ആണ് നമുക്ക് അതൊക്കെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് റീജിയണൽ സെന്ററിൽ നമുക്ക് പോവേണ്ട ആവശ്യം വരുന്നില്ല. LSCയുമായിട്ടാണ് നമ്മൾ നിരന്തരം എന്ത് ചെയ്യേണ്ടത്, കോണ്ടാക്ട് ചെയ്യേണ്ടത്. ആ റീജിയണൽ സെന്റേഴ്സിന്റെ അണ്ടറിൽ വരുന്ന കോളേജുകളാണ് LSC എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു റീജിയണൽ സെന്ററിന് 5, 6, 7 കോളേജുകൾ അതിന് അണ്ടറിൽ തന്നെ വരുന്നുണ്ടാവും. വലിയ ഭാഗത്തുള്ളതാണെന്നുണ്ടെങ്കിൽ അതിന് അണ്ടറിൽ തന്നെ ചിലപ്പോൾ 10, 15 കോളേജുകളൊക്കെ അതിന് അണ്ടറിൽ വരും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ
കോഴിക്കോട് ജില്ലയിലുള്ള കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, ഇതൊരു ഉദാഹരണത്തിന് മാത്രം കേട്ടോ, ലേണിംഗ് സപ്പോർട്ടർ സെന്ററിന്റെ ഒരു ഉദാഹരണത്തിന് മാത്രം ഞാൻ എടുക്കുകയാണ്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് മൊത്തം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു LSC സെന്റർ ആണ്. സ്റ്റുഡന്റ് ഇവിടെ പോയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു LSCയുടെ അണ്ടറിൽ അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസ് ഇവിടെ പോയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, അവരുടെ കാര്യങ്ങളൊക്കെ ഉന്നയിക്കേണ്ടതും പറയേണ്ടതും അവരുടെ കോൺടാക്ട് ക്ലാസ് ഒക്കെ ഇവിടെയാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അതെ കാഞ്ഞങ്ങാട് കോളേജ്, നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാഞ്ഞങ്ങാട്. അതുപോലെ തലശ്ശേരി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തലശ്ശേരി അല്ലേ, തലശ്ശേരിയുള്ള എഞ്ചിനീയറിംഗ് കോളേജ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവരുടെ LSC കോർഡിനേറ്റർ ആരാണ്, അവരുടെ ഡീറ്റെയിൽസ്, മെയിൽ ID കറക്റ്റ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. കോളേജിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേര്, ഫോൺ നമ്പർ, വർക്കിംഗ് ടൈം വരെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 10 AM മുതൽ 6 PM വരെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കറക്റ്റ് നമ്മുടെ LSCൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് നമ്മുടെ ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തുള്ള LSC ഏതാണ്, നിങ്ങൾക്ക് അടുത്തുള്ള LSC ഏതാണെന്നുള്ളതൊക്കെ കറക്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ ആദ്യം കോഴിക്കോടാണ് വന്നിട്ടുള്ളത്, പിന്നെ സുൽത്താൻ ബത്തേരി വന്നിട്ടുണ്ട്, മാനന്തവാടി, നമ്മുടെ സെന്റ് മേരീസ് കോളേജ് സുൽത്താൻ ബത്തേരി, മാനന്തവാടി കോളേജ് അല്ലേ, സിജോ മാത്യു എന്ന് പറയുന്നുള്ള നമ്മുടെ കോളേജ് വരുന്നുണ്ട്. JDT ഇസ്ലാം കോളേജ് ഓഫ് ആർട്സ് സയൻസ് വെള്ളിമാട് കുന്നുള്ള JDT കോളേജ് വരുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് നോക്കിയാൽ അമൽ കോളേജ് നിലമ്പൂർ, മലപ്പുറം ജില്ലയിലേക്ക് വരാമെന്നുണ്ടെങ്കിൽ അമൽ കോളേജ് വരുന്നുണ്ട്. നിലമ്പൂർ ഭാഗത്തുള്ള ഈ ഒരു ഭാഗത്തുള്ളവർക്കൊക്കെ നിലമ്പൂർ അമൽ കോളേജ് വരുന്നുണ്ട്. ജെൻസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് രാമപുരം വരുന്നുണ്ട്. ഇത് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഇത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ താഴെ ഭാഗത്തേക്ക് നിങ്ങൾക്ക് അടുത്തുള്ള കോളേജുകളൊക്കെ ഇതിന്റെ അടിഭാഗത്തായിട്ടുണ്ടാവും. മലപ്പുറം ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, മുണ്ടുപറമ്പുള്ള ഗവൺമെന്റ് കോളേജ് വരുന്നുണ്ട്. അതേപോലെ പെരിന്തൽമണ്ണ ഉള്ള കോളേജ് വരുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള കോളേജുകൾ നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, LSC ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു LSCയിലായിരിക്കില്ല നിങ്ങൾക്കുള്ള എക്സാം വരിക. എക്സാം വരുന്ന സമയത്ത് ഇതിനെക്കാട്ടിലും താഴേക്ക് നിങ്ങൾക്ക് വീണ്ടും റീജിയണലി അടുത്ത് വരുന്ന സെൻറ്ററിൽ പോയിട്ട് എക്സാം എഴുതാൻ പറ്റുന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റിയുടെ റൂൾ പ്രകാരം ഒരു സ്റ്റുഡൻറ്റിൻ്റെ 5 കിലോമീറ്റർ പരിധിയിലെങ്ങാനും ഒരു എക്സാം സെൻറ്റർ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള എക്സാം സെൻറ്റർ, നിങ്ങൾക്കിപ്പം ഒരു ഉദാഹരണത്തിന് മഞ്ചേരി ബേസിലുള്ള സ്റ്റുഡൻസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ഭാഗത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ നിയറസ്റ്റ് ആയിട്ട് തന്നെ 5 കോളേജ് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മഞ്ചേരി ചുറ്റിപ്പറ്റിക്കൊണ്ട് തന്നെ അവർക്ക് വരുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ്. എക്സാമിന്റെ സമയത്ത് ഈ ഒരു കോളേജിലായിരിക്കില്ല അവർക്ക് ഉണ്ടാവുക, അവർക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു സെന്ററിലായിരിക്കും എക്സാം ഉണ്ടായിരിക്കുക. അതെങ്ങനെയാണ് അവർ അതെങ്ങനെയാണ് എക്സാമിന് രജിസ്റ്റർ ചെയ്യേണ്ടത്, ആ ഒരു സമയത്തായിരിക്കും അവർക്ക് വരിക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഈ LSC എന്താണ്, അതേപോലെ തന്നെ എന്താണ് നമ്മുടെ റീജിയണൽ സെന്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പം ഇത്രയാണ് ബേസിക് പരമായിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ നിലവിൽ 2026 ഫെബ്രുവരി ഒരു സ്പെഷ്യൽ അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മുടെ ഫെബ്രുവരി മന്തിൽ ഒരു സ്പെഷ്യൽ അഡ്മിഷൻ പോർട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. നിലവിൽ ഇയർലി ആണ് അഡ്മിഷൻ ഉണ്ടാവാറുള്ളത്. ആദ്യ തുടക്ക കാലഘട്ടത്തിൽ മാത്രമായിരുന്നു മന്തിൽ 6 മാസത്തിലുള്ള അഡ്മിഷൻ ഉണ്ടായിരുന്നത്. യൂണിവേഴ്സിറ്റി അത് നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും യൂണിവേഴ്സിറ്റി അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫെബ്രുവരി മാർച്ച് മന്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു അഡ്മിഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാ കോഴ്സും എല്ലാ സബ്ജക്റ്റും കുട്ടികൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. ചില പ്രത്യേക സബ്ജക്റ്റുകൾ മാത്രമേ കുട്ടികൾക്ക് ഇപ്പോൾ സെലക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, മെയിൻ ആയിട്ടുള്ള അഡ്മിഷൻ വരുന്നുണ്ട്. അത് നമ്മുടെ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ആ ഒരു സമയമാകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് എന്താണ് നമ്മുടെ ഒരു അഡ്മിഷന്റെ സമയം ഇല്ലേ. അഡ്മിഷൻ 2025-26 ന്യൂ രജിസ്ട്രേഷൻ സ്റ്റാർട്ടഡ് ഓൺ 18/2/2026. അഥവാ ഫെബ്രുവരി 18-ാം തീയതി മുതൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാ പ്രോഗ്രാമിലേക്കും അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും BA അറബിക്ക് UG പ്രോഗ്രാമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്, അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം അല്ലേ. അതേപോലെ PG പ്രോഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിപ്ലോമ എന്നുള്ളത് ഈ ഭാഗം കൊടുക്കുന്നുണ്ട്, സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള പരമായിട്ടുള്ള കോളേജുകളൊക്കെ കോഴ്സുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. UG പ്രോഗ്രാമിൽ തന്നെ അഡ്മിഷൻ വന്നിട്ടുള്ളത് BA അറബിക്ക് അല്ലേ, ബാച്ചിലർ ഓഫ് അറബിക്കിന് അഡ്മിഷൻ വന്നിട്ടുണ്ട്. അതെത്രയാണ് അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 6 സെമസ്റ്ററിലായിട്ട് 3 വർഷം നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, മിനിമം ക്വാളിഫിക്കേഷന് +2 ഓർ ഈക്വലവൻ്റ് ആണ്. +2 ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അഫ്ദലുലമ പോലത്തെ +2 ഈക്വലവൻ്റ് ആയിട്ടുള്ള ചെയ്ത കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, BA അറബിക്ക് പഠിക്കാവുന്നതാണ്. 3 വർഷം മാത്രമേ വരുന്നുള്ളൂ. 6 സെമസ്റ്ററുകളായിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ഉള്ളത്. ദെൻ BA സംസ്കൃതം ഈ ഒരു 2026 ഫെബ്രുവരി സെഷനിൽ അഡ്മിഷൻ ഇല്ല. BA ഹിന്ദി വരുന്നില്ല. അതേപോലെ തന്നെ അഡ്മിഷൻ ക്ലോസ്ഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഇതൊന്നും അഡ്മിഷൻ ഇപ്പോൾ അവർ സ്വീകരിക്കാത്തതാണ്. BA എക്കണോമിക്സ് വരുന്നില്ല, അഫ്ദലുലമ വരുന്നില്ല, BCA വരുന്നില്ല,
ഇതൊക്കെ ചെറിയ ചെറിയ സ്റ്റുഡൻസ് കുറവുള്ള അഡ്മിഷൻ കുറവുള്ള ഭാഗമായതുകൊണ്ടാണ് എന്ത് ചെയ്യാത്തത്, അഡ്മിഷൻ എടുക്കാത്തത്. നമ്പർ ഓഫ് ധാരാളം അഡ്മിഷൻസ് വരുന്നതാണ് 2 ഗഡുക്കളായിട്ട് അഡ്മിഷൻ അവർ സ്വീകരിക്കുന്നത്. ഓക്കെ, ഇപ്പം താഴേക്ക് വന്നു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ സയൻസ് വരുന്നില്ല, സൈക്കോളജി വരുന്നില്ല, അതേപോലെ തന്നെ BBA നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, അഡ്മിഷൻ ഓപ്പൺ ആണ്. BBA നിങ്ങൾക്ക് ബിസിനസ് ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന നമ്മുടെ BBA ഡിഗ്രി കോഴ്സ് ഇവിടെ അഡ്മിഷൻ ഓപ്പൺ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, 4 വർഷ കോഴ്സാണ് വരുന്നത്. 8 സെമസ്റ്ററുകളായിട്ട് 4 വർഷമാണ് നമുക്കിത് പൂർത്തീകരിക്കേണ്ടത്. ഓക്കെ, അതേപോലെ തന്നെ കൊമേഴ്സ് വരുന്നുണ്ട്, നമ്മുടെ BCom പോലത്തെ കൊമേഴ്സിന്റെ ബാച്ച് വരുന്നുണ്ട് അല്ലേ. ബാച്ചിലർ ഓഫ് കൊമേഴ്സ് 4 വർഷം തന്നെയാണ് ഇതും വരുന്നത്. 8 സെമസ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത്. BA ഇംഗ്ലീഷ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ ഓപ്പൺ ഉള്ളത് കാണാൻ സാധിക്കും. അതിലേക്കൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. 4 വർഷം തന്നെയാണ് വരുന്നത്. BA മലയാളം, BA ഹിസ്റ്ററി, BA സോഷ്യോളജി, അതേപോലെ BA ഫിലോസഫി ഡാറ്റ സയൻസും വരുന്നില്ല. BA സോഷ്യോളജി അഡ്മിഷൻ ഓപ്പൺ ആണ്. ഇതിലൊക്കെ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ധാരാളം സ്റ്റുഡൻറ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലൊക്കെ ഈ ഒരു മാസത്തിൽ ഈ ഒരു സമയത്ത് ജോയിൻ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് 2 അഡ്മിഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി ഉദാഹരണത്തിന് എന്താണ് BA സോഷ്യോളജി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു കരിക്കുലം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് BA സോഷ്യോളജി എന്നുള്ള ഈ ഭാഗത്ത് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ ഒരു ഓവർവ്യൂ, ഔട്ട്കം, കരിക്കുലം, ഫീസ് എങ്ങനെയാണെന്നുള്ളത് മൊത്തം നമ്മൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ബാച്ചിലർ ഓഫ് ആർട്സ് സോഷ്യോളജി അല്ലേ, 4 വർഷ ഡ്യൂറേഷൻ ഉള്ള ഒരു കോഴ്സാണ് BA സോഷ്യോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഓവർവ്യൂ എന്താണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. കുറെ MC കോഴ്സുകൾ, SC കോഴ്സുകൾ, AC ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കോഴ്സാണ് BA സോഷ്യോളജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഔട്ട്കം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നിങ്ങൾ ആയിത്തീരുക എന്നുള്ളതാണ്. അതേപോലെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു BA സോഷ്യോളജി യൂണിവേഴ്സിറ്റി ഭാഗത്ത് കൊടുക്കുന്നുള്ളതിന്റെ ലക്ഷ്യം പറയുന്നുണ്ട്. നമുക്ക് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കരിക്കുലം എന്നുള്ള ഭാഗം ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. ഞാൻ പറഞ്ഞു, നമുക്ക് യൂണിവേഴ്സിറ്റി 4 വർഷത്തെ 8 സെമസ്റ്ററുകളായിട്ടാണ് നമുക്ക് യൂണിവേഴ്സിറ്റി ഈ ഒരു കോഴ്സ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും S1, ഇവിടെ S1 നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലേ. S1 എന്ന് പറഞ്ഞാൽ സെമസ്റ്റർ 1 എന്നാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. S2 എന്ന് പറഞ്ഞാൽ സെമസ്റ്റർ 2 എന്നാണ് സൂചിപ്പിക്കുന്നത്. ദെൻ നിങ്ങൾക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ S3, S4, S5, S6, S8 വരെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും താഴെ ഭാഗത്തേക്ക്. അപ്പോൾ S1 എന്ന് പറഞ്ഞാൽ, അതേപോലെ S2 എന്ന് പറഞ്ഞാൽ ഇയർ ഓഫ് ഫസ്റ്റ് ഇയർ ആണ്. ഓക്കെ, ഫസ്റ്റ് ഇയറിനാണ് S1ഉം S2ഉം ഫസ്റ്റ് ഇയർ ആണ്. അതേപോലെ S3ഉം S4ഉം സെക്കൻഡ് ഇയർ ആണ്. സെമസ്റ്റർ 1, സെമസ്റ്റർ 2 ഇയർ 1, സെമസ്റ്റർ 3, സെമസ്റ്റർ 4, ഇയർ 2 ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നോക്കൂ മക്കളെ, ഇനി നിങ്ങൾക്ക് S1-ൽ അഥവാ സെമസ്റ്റർ 1-ൽ എത്ര കോഴ്സ് പഠിക്കാനുണ്ടോ നോക്കൂ. S1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡ്യൂറേഷൻ സാധാരണ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏകദേശം 6 മാസമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 6 മാസം കൊണ്ട് നമുക്ക് ഇത്രയും സബ്ജക്റ്റ്, ഇവിടെ 4 സബ്ജക്റ്റാണ്, നമുക്ക് 4 കോഴ്സാണ് വരുന്നത്. ഈ 4 കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, പഠിച്ചിട്ട് എക്സാം എഴുതണം. ഓക്കെ, അത്രേ ഉള്ളൂ വരുന്നത്. വളരെ സിമ്പിളാണ്. ഈ ഒരു 6 മാസം കൊണ്ട് S1 പഠിച്ചിട്ട് ഈ ഒരു 4 സബ്ജക്റ്റ് പഠിച്ചിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ എക്സാം എഴുതണം. ഓക്കെ, ഇപ്പൊ കറക്റ്റ് യൂണിവേഴ്സിറ്റി ഷെഡ്യൂൾ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ എക്സാം കറക്റ്റ് നടക്കുന്നുണ്ട്, യാതൊരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഡിലേ കാര്യങ്ങളൊന്നും വരാത്ത രൂപത്തിൽ എന്ത് ചെയ്യുക, നിങ്ങൾ എക്സാം ഒക്കെ എഴുതി അപ്ലൈ ചെയ്തിട്ട് നല്ല ഒരു വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. ഇനി BA സോഷ്യോളജി എടുത്ത കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെയൊക്കെയാണുള്ളത്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. സബ്ജക്റ്റീവ് കോഴ്സ് എന്നുള്ള 2 കാര്യങ്ങളുണ്ട്. സബ്ജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏത് സബ്ജക്റ്റാണ്, അഥവാ ഇവിടെ സബ്ജക്റ്റ് നമ്മൾ BA സോഷ്യോളജി ആണെന്നുണ്ടെങ്കിൽ BA സോഷ്യോളജി, BCom, BBA, BA അറബിക്, ഇതാണ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. പക്ഷേ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ അകത്തുള്ള നമുക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള വ്യത്യസ്ത പേപ്പറുകളുണ്ട് അല്ലേ, നമുക്ക് ബുക്കുകളുണ്ട്, അതാണ് കോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തത് MDC കോഴ്സാണ്. ഇവിടെ MDC കോഴ്സ് എന്ന് പറഞ്ഞാൽ മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ്, നിർബന്ധമായിട്ടൊരു സ്റ്റുഡൻറ്റ് ആ ഒരു സോഷ്യോളജിയിൽ പഠിക്കേണ്ട നിർബന്ധമായിട്ടും വരുന്നൊരു കോഴ്സാണ് MDC കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യോളജി എടുത്ത സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ പഠിക്കേണ്ടതാണ് എന്ത്, ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി. നിങ്ങൾക്ക് കൂടെ കാണാൻ സാധിക്കും ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി. അവർ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, അത് പഠിക്കണം. ദെൻ മൈനർ ഡിസിപ്ലിൻ കോഴ്സ് ആയിട്ട് വരുന്നതാണ് സോഷ്യൽ ഫോർമേഷൻ ഇൻ വേൾഡ് ഹിസ്റ്ററി.
ഇത് അവരെന്ത് ചെയ്യണം, ഈ ഭാഗത്ത് പഠിക്കാനുണ്ട്. അപ്പോൾ 2 കോഴ്സായി ഇവിടെ നമുക്ക് പഠിക്കാൻ നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്. പിന്നെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സായിട്ട് ഇത് സെമസ്റ്റർ 1 സെമസ്റ്റർ 2 മാത്രമേ വരുള്ളൂ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. ഇത് എന്തെങ്കിലും ലാംഗ്വേജ് പരമായിട്ടുള്ള ഇംഗ്ലീഷ് പേപ്പർ ആക്കി പഠിക്കാനുള്ള നിർബന്ധപരമായിട്ട് എല്ലാ സ്റ്റുഡൻറ്റും എഴുതേണ്ട കോഴ്സുകളാണ്. ഇത് ഏകദേശം 4 വർഷം ഡിഗ്രി സ്റ്റുഡൻസിനൊക്കെ സെയിം തന്നെയാണ് വരിക. BA BCom BBA അതേപോലെ വരുന്ന 4 വർഷ പഠിതാക്കൾക്ക് ഒക്കെ ഈ ഒരു കോഴ്സ് സെയിം തന്നെയാണ് വരുന്നത്. ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ ഇത് ലാംഗ്വേജുമായിട്ടുള്ള കോമൺ ആയിട്ട് വരുന്നൊരു പേപ്പറാണ്. ഓക്കെ, അപ്പോൾ 3 സബ്ജക്റ്റ് നമ്മൾ പരിചയപ്പെട്ടു. ദെൻ 4ാമത്തെ ഒരു കോഴ്സ് എന്ന് പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സാണ് വരുന്നത്. ഇത് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സ്റ്റുഡൻറ്റ് സെലക്ട് ചെയ്യേണ്ട ഒരു കോഴ്സാണ്. ഉദാഹരണത്തിന് BA സോഷ്യോളജി എടുത്ത സ്റ്റുഡൻറ്റിന് അവർക്ക് ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്നുള്ള ഒരു പേപ്പർ ഒന്നല്ലെങ്കിൽ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഇന്റർനെറ്റ് ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു ടെക് പരമായിട്ടുള്ള ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ലീഗൽ ലിറ്ററസി എന്ന് പറയുന്ന നമ്മൾ നിയമപരമായിട്ട് പഠിക്കേണ്ട ആർട്ടിക്കിൾസ്, ലോ, ഇന്ത്യൻ നിയമങ്ങൾ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കോഴ്സ് അവർക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് 4 കോഴ്സുകളാണ് ഒരു സെമസ്റ്ററിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കാനുള്ളത്. മാറ്റം ഉണ്ടാവും കേട്ടോ. സെമസ്റ്റർ 2, 3 ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കോഴ്സുകളൊക്കെ മാറുന്നതാണ്. ഇവിടെയൊക്കെ നിങ്ങൾ S3 ഞാൻ കണ്ടില്ല, നമുക്ക് 1, 2, 3, 4, 5 കോഴ്സുകൾ വരുന്നുണ്ട് S3 വരുന്ന സമയത്ത്. അപ്പോൾ ഓരോന്നും നിങ്ങൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. എന്താണ് അസൈൻമെന്റ്, എപ്പോഴാണ് അസൈൻമെന്റ് എഴുതേണ്ടത്, ആരൊക്കെയാണ് അസൈൻമെന്റ് എഴുതേണ്ടത്, എല്ലാ സ്റ്റുഡൻസും അസൈൻമെന്റ് എഴുതണം, അസൈൻമെന്റ് ഭയങ്കര ടഫാണോ ഇല്ലേ, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താണ് അസൈൻമെന്റ് എന്ന് പറയുന്നത്? വിദ്യാർത്ഥികളെ പ്രത്യേകം മനസ്സിലാക്കുക, അസൈൻമെന്റ് എന്ന് പറയുന്നത് വളരെ നിർബന്ധമായിട്ട് അവരുടെ ഇന്റേണൽ മാർക്കിന് വേണ്ടിയിട്ടുള്ളതാണ് അസൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഒരു കോഴ്സ് എന്നുള്ളത് പറഞ്ഞു അല്ലേ. ഉദാഹരണത്തിന് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്നുള്ളൊരു കോഴ്സാണ്. ഈ ഒരു കോഴ്സിന് 2 അസൈൻമെന്റ് എന്ത് ചെയ്യണം, അവർ എഴുതണം. ഓക്കെ, ഒരു 6 മാസത്തിനുള്ളിൽ ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് 2 അസൈൻമെന്റ് എന്ത് ചെയ്യണം, അവർ എഴുതണം. അപ്പൊ നമുക്ക് ഒന്നുപാടെ സിമ്പിൾ ആയിട്ട് പറയാം, സെറ്റ് 1 അസൈൻമെന്റ്, സെറ്റ് 2 അസൈൻമെന്റ്. ഓക്കെ, സെറ്റ് 1 അസൈൻമെന്റ്, സെറ്റ് 2 അസൈൻമെന്റ്, 2 അസൈൻമെന്റ് നമുക്ക് വേർതിരിച്ചു. സെറ്റ് 1 സെറ്റ് 2 നമ്മൾ വേർതിരിച്ചു. ഇനിയും വീണ്ടും നമുക്ക് ഒന്നുപാടെ എന്ത് ചെയ്യാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. യൂണിവേഴ്സിറ്റിയുടെ ലാംഗ്വേജിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സെറ്റ് 1 അസൈൻമെന്റിന് ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെന്റ് എന്നാണ് പറയുന്നത്, ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെന്റ്. അതേപോലെ സെറ്റ് 2 അസൈൻമെന്റിന് അനലിറ്റിക്കൽ അസൈൻമെന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ കോഴ്സിനും അല്ലെ സെറ്റ് 1 അസൈൻമെന്റ് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടും അനലിറ്റിക്കലായിട്ടും 2 അസൈൻമെന്റ് അവർ എഴുതാനുണ്ടായിരിക്കും. അപ്പോൾ S1 അവർക്ക് 4 കോഴ്സാണ് വരുന്നത് അല്ലെ, നമ്മൾ പറഞ്ഞു 4 കോഴ്സാണ് വരിക. അപ്പൊ ടോട്ടൽ അവർക്ക് 8 അസൈൻമെന്റ് വരാനുണ്ടാവും. 8 അസൈൻമെന്റ് അവർ എഴുതേണ്ടി വരും. കാരണം ഒരു പേപ്പറിന് 2 അസൈൻമെന്റ് വീതം 4 ടോട്ടൽ 8 അസൈൻമെന്റ് അവർക്ക് എന്ത് ചെയ്യാനുണ്ടാവും, എഴുതാനുണ്ടാവും. വളരെ സിമ്പിളാണ്. അസൈൻമെന്റ് ക്വസ്റ്റ്യൻ അവർ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നമുക്ക് തരും. നമ്മുടെ സൈറ്റിൽ തന്നെ പ്രൊഫൈൽ ഉണ്ടായിരിക്കും. അതിൽ 5 ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒന്ന് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ആ ഒരു സമയത്ത് എന്ത് ചെയ്യുക, തെറ്റാതെ നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കി എഴുതുക എന്നുള്ളതാണ്. പിന്നെ വിദ്യാർത്ഥിക്ക് സംശയം ഉണ്ടായിരിക്കും എങ്ങനെയാണ് അസൈൻമെന്റ് എഴുതേണ്ടത്. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട്, നമ്മുടെ സൈറ്റിലുണ്ട്. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ക്വസ്റ്റ്യൻ വായിക്കുക. ദെൻ നിങ്ങൾക്ക് വേണ്ടത് 10 പേജിൽ കുറയാത്ത രൂപത്തിൽ എന്ത് ചെയ്യുക, 10 പേജിൽ കൂടാനും പറ്റില്ല കുറയാനും പറ്റില്ല. അനലിറ്റിക്കൽ അസൈൻമെന്റ് എഴുതുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഫുട് നോട്ട്, അതേപോലെ തന്നെ അനലിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടുകൾ, അനലിറ്റിക്കൽ ഡിസ്കഷനൊക്കെ അതിൽ കൊണ്ടുവരണം. അപ്പോൾ ആ ഒരു അനലിറ്റിക്കൽ ആയിട്ടുള്ള കൺക്ലൂഷനൊക്കെ അതിൽ വേണം. അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു അസൈൻമെന്റ് ആണ് അവിടെ എഴുതേണ്ടത്. അവർ സാധാരണ ഫ്രണ്ട് പേജ്, സെക്കൻഡ് പേജ് പറയുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. അതൊക്കെ അതേപോലെ വെച്ചതിന് ശേഷം സ്റ്റുഡൻറ്റ് ചെയ്യേണ്ടത് നമ്മുടെ സ്വന്തം മൊബൈൽ ഫോൺ എടുത്തിട്ട് അത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു സ്കാൻ ചെയ്തിട്ട് അത് PDF രൂപത്തിലാക്കണം. അപ്പം അതിന് വേണ്ട സോഫ്റ്റ്വെയറുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുക, അത് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്ത് എല്ലാം ഒരൊറ്റ PDF ആക്കുക. ഒരു പേപ്പറിന്റെ ഒരു അസൈൻമെന്റ് എന്താണ് സെറ്റ് 1 എന്നാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് അതിന്റെ സെറ്റ് 1 അസൈൻമെന്റ് ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെന്റ് എഴുതാന്നുണ്ടെങ്കിൽ ആ ഒരു 10 പേജ് അടങ്ങുന്ന അല്ലെങ്കിൽ 11-12 പേജ് അടങ്ങുന്ന ആ ഒരു അസൈൻമെന്റ് ഒറ്റ PDF ആക്കിയിട്ട് നമ്മുടെ പ്രൊഫൈലിൽ കയറിയിട്ട് സ്വന്തമായിട്ട് മൊബൈൽ കൊണ്ട് തന്നെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ അസൈൻമെന്റിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു ടെൻഷനും വേണ്ട. അസൈൻമെന്റിന് എല്ലാവിധ സപ്പോർട്ടും നമ്മൾ തന്നെ ഇവിടുന്ന് തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് നമ്മളോട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ അസൈൻമെന്റിന്റെ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്താണ് റീജിയണൽ സെന്റർ, എന്താണ് LHC സെന്റർ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതേപോലെ എന്താണ് സബ്ജക്റ്റ്,
എന്താണ് കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതേപോലെ തന്നെ എന്താണ് അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോഴാണ് അസൈൻമെന്റിന്റെ സമയം. ഇനി അസൈൻമെന്റ് എഴുതിയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് നമ്മുടെ ഡിഗ്രി കഴിയുന്നതിന് മുമ്പായിട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്താൽ മതി. ഇനി ഓൺലൈനിൽ മാത്രമാണോ, ചില വിദ്യാർത്ഥികൾക്ക് സംശയം ഉണ്ടാവും, ഓൺലൈനിൽ മാത്രമാണോ സാറേ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഐഡിയ ഇല്ല. ഓൺലൈനിൽ മാത്രമല്ല അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഓഫ്ലൈനിൽ നമ്മുടെ LSC എന്ന് പറയുന്ന ലേണർ സപ്പോർട്ട് സെന്ററിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസൈൻമെന്റ് അവിടെ കൊണ്ടുപോയി കൊടുക്കാനും സാധിക്കുന്നതാണ്. പക്ഷേ 90% സ്റ്റുഡൻസും ഓൺലൈനിലാണ് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫാക്കൽറ്റീസിനും അതുപോലെ തന്നെ എല്ലാവർക്കും പെട്ടെന്ന് അസൈൻമെന്റ്, അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാക്കൽറ്റീസിന് അസൈൻമെന്റ് പെട്ടെന്ന് വാല്യുവേഷൻ ചെയ്യാൻ നല്ലത് അവർ ഓൺലൈനിൽ നിന്നാണ് പെട്ടെന്ന് മാർക്ക് ഇട്ട് തരിക. മറ്റേത് നമ്മുടെ LSCയിൽ കൊണ്ടുപോയി കുറച്ചാൽ ഓഫ്ലൈൻ ആയതുകൊണ്ട് അവർ ഒരു മൂലക്കര ഇട്ടിട്ട് പിന്നെ കുറേ സമയത്തിന് ശേഷമാണ് എന്ത് ചെയ്യുക അത് വാല്യുവേഷൻ ചെയ്യുക. അപ്പോൾ സാധാരണ സ്റ്റുഡൻസിന് റിസൾട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, നമ്മൾ അസൈൻമെന്റ് മാർക്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഏറ്റവും നല്ലത് അസൈൻമെന്റ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി പറയുന്ന പ്രകാരം വെബ്സൈറ്റിൽ നമ്മുടെ സ്റ്റുഡൻറ് പോർട്ടലിൽ പോയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ എങ്ങനെ അഡ്മിഷൻ എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അടുത്തൊരു വീഡിയോയിലായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഒരു കുട്ടി എങ്ങനെ അഡ്മിഷൻ എടുക്കണം, അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, എന്താണ് DUB-ID ABCD എങ്ങനെ നിർമ്മിക്കുക, ഈ കാര്യങ്ങൾ മൊത്തം എന്ത് ചെയ്യുന്നുണ്ട് അടുത്തൊരു ക്ലാസ്സിലായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ് എല്ലാവർക്കും കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്ലാസ്സാണ്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു കണ്ടന്റുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.